ഹായ് ഹലോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് കോഫി കൊണ്ടുവന്നത്. അപ്പോൾ കോഫിയും കുടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പുറത്ത് ആകാശിൻ്റെ അടുത്ത് ചേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് അമ്മാമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്ന് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ച് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ കൂടെ ആകാശമുണ്ട്, ചാനുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ശിവയുണ്ട് കേട്ടോ. ശിവയല്ല, സോറി, ജീവ. ഇതാണ് നമ്മുടെ ജീവ. അടിപൊളിയാണ്. ആൾക്ക് മാത്രം വീടിൻ്റെ ഉള്ളിൽ എൻട്രി, ബാക്കി ആർക്കൊന്നുമില്ല. മൊത്തത്തിൽ 4 ഡോഗ്സ് ഉണ്ട്. അതിൽ ഒരു ഡോഗ്സിന് ഡോഗിനൊന്നും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ട്വിസ്റ്റുമായിരുന്നു സംഗതി. നമ്മൾ ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര സെറ്റായി അയ്യോ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സിൽ 10 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ തിരിച്ചു വിടുന്നു. കാരണം വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതാണ് ഇതിൻ്റെ അമ്മാനെ കാണിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ അമ്മയുടെ പേര് ഡോറ എന്നങ്ങാണ്ടാണ്. അപ്പോൾ അമ്മേനെ കാണിച്ച് ആകാശതയെ ഓണർക്ക് കയ്യിൽ കൊടുത്തു. പക്ഷേ നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ട് മറ്റേ പാട്ടൊക്കെ ഇല്ലേ, തമ്മി പിണങ്ങി പോവല്ല, ആ പാട്ടൊക്കെ ഇട്ടിട്ട് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം വിത്തിൻ സെക്കൻഡ്സ് 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ റിട്ടേൺ തന്നു. അതായത് കൊണ്ട് നമുക്ക് ആ വിഷമം പെട്ടെന്ന് തന്നെ മാറി. അങ്ങനെ പിന്നെ നമ്മൾ അവർക്ക് ടാറ്റ ബൈ ബൈ സിയൊക്കെ പറഞ്ഞ് കൊടുത്തു കേട്ടോ. കാര്യമില്ല, സംഭവം വന്നു. പിന്നെ ഞാൻ എൻ്റെ പല്ലിയുടെ മരുന്നൊക്കെ വെച്ചു. നാളെ പറ്റിയ ദിവസം നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ ആണല്ലോ. അങ്ങനെ പിന്നെ ഈ ചായൻ ഇതിൻ്റെ അടുത്തായിരുന്നു കളി. പിന്നെ കുറേ നേരം നമ്മൾ ടി വി ഒക്കെ കണ്ടിരുന്നു, ഫിലിമൊക്കെ കണ്ട് എന്താ പറയുക, ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാണ്. ഇത് പ്രണേഷിൻ്റെ ഏട്ടൻ, അതുപോലെ തന്നെ ആകാശ്, പിന്നെ അമ്മ എനിക്ക് ഇറങ്ങാൻ നേരത്ത് പൊട്ടൊക്കെ കുത്തി തന്നായിരുന്നേ. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൊക്കെ മേടിച്ചു തന്നായിരുന്നേ. മുല്ലപ്പൊട്ടിട്ടാണ് ഞാൻ അമ്പലത്തേക്ക് പോയത്. അങ്ങനെ ഇതാണ് ആകാശിൻ്റെ അമ്മ, ഇത് അമ്മാമ്മ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ആകാശവും പ്രണേഷിൻ്റെ ഏട്ടനും പ്രണേഷും അതുപോലെ നമ്മുടെ ജീവയും നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഭയങ്കര സങ്കടമുണ്ട്. ഇനി അടുത്തൊരു വട്ടം പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോകും. 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു.